വേടനെ പറ്റി അറിയാനായിട്ട് ഒരുപാട് ആളുകൾ കാണും. അതുകൊണ്ട് തന്നെയും അവർക്കൊക്കെയും ഡെയിലി ഒരു അപ്ഡേറ്റ് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, വേടനെതിരെയുള്ള ഒരു സ്ത്രീകൾ കൊടുത്ത പരാതി, ഒരു സ്ത്രീ അല്ല 4 സ്ത്രീകൾ കൊടുത്ത പരാതി കോടതിയിൽ പരിഗണനയിലിരിക്കെ കോടതി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാകണമെന്നാണ്, അതായത് നാളെ. അപ്പോൾ നാളെ നമുക്കറിയാം എന്തായിരുന്നു വേടൻ ചെയ്തിട്ടുള്ള കാര്യമെന്നുള്ളതും അതിന് ഈ പറയുന്ന 4 യുവതികളും ഇരയാക്കപ്പെട്ടവരാണോ അതോ അതിജീവിതകളാണോ എന്നുള്ളതും നമുക്ക് നാളെ അറിയാം. നമുക്ക് എന്തായാലും കേരളത്തിലെ ചോറ് നിന്ന് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ അറിയാം വേടൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ല. വേടൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ പരസ്പര സമ്മതത്തോടു കൂടിയുള്ളൊരു ശാരീരിക ബന്ധമാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരാളെയും കെട്ടിയിട്ട് പീഡിപ്പിക്കുകയോ അവരെ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും വേടൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേടൻ തന്നെ അത് ശരിവെച്ചതിന് ശേഷമാണ് ഒളിവിലേക്ക് പോയത്. എന്തുകൊണ്ട് ഒളിവിൽ പോയി എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരു തെറ്റുപറ്റി പറഞ്ഞു പോയത് കാലിക്കറ്റ് സർവകലാശാല വേടനെ പാഠ്യ വിഷയമാക്കുന്നു എന്നാണ്. പക്ഷേ അത്